നമ്മളിലേക്ക് തന്നെയുള്ള തിരിച്ചറിവിനെ തടസ്സപ്പെടുത്തുന്ന പ്രധാന ഒരു പ്രതിബന്ധം മതമാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ പുണ്യവും പാപവും, ഇസ്ലാമിലേക്ക് പോകുമ്പോൾ സ്വർഗവും നരകവും. അത് മതം സൃഷ്ടിക്കുന്ന വേലികളാണ്. ആ വേലിക്ക് പുറത്തേക്ക് പോകാൻ മതവിശ്വാസിക്ക് കഴിയില്ല. ആ വേലിയെ ഭേദിക്കുന്നവന് മാത്രമേ ഞാനെന്ന ബോധത്തിലേക്ക് വളരാൻ സാധിക്കൂ. മതം ഇടുങ്ങിയതും ദൈവം വിശാലവുമാണ്. ഒരു ശാസ്ത്രജ്ഞനിലും ഒരു കായിക താരത്തിലും ഒരു സിനിമാ പ്രവർത്തകനിലും ഒക്കെ ഈ പറയുന്ന വർക്ക് ചെയ്യും. അവസാനം അവൻ പറഞ്ഞു, കഥവ് തുറന്നാൽ ദേവി എന്നെ നിഗ്രഹിക്കും, അല്ലെങ്കിൽ ദേവി എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയാം, കാരണം ദേവിയുടെ ക്ഷേത്രമാണല്ലോ ഞാൻ. മെസ്സിയുടെ ചരിത്രം പരിശോധിക്കും. ഈ മെസ്സിയെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ആ പ്രാണബോധത്തിലേക്കാണ് അവരെ എത്തിച്ചത്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കൗമാരത്തിൽ അദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇനി ഒരു കാലവും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. നമസ്തേ, ദി അമേസിംഗ് ഡേ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പലതവണ നമ്മുടെ ചാനലിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ള ശ്രീ രാഹുൽ കാർത്തിക്കാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹം സയൻസ് ഓഫ് ബ്രത്തിൻ്റെ ഫൗണ്ടറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. നമസ്കാരം സാർ. ഈ ശരയോഗയാണല്ലോ പ്രധാനമായിട്ട് ഈ സയൻസ് ഓഫ് ബ്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് സാർ ഉപയോഗിക്കുന്ന മൊഡാലിറ്റി. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ സമൂഹം ഒരു മതാധിഷ്ഠിത സമൂഹമാണ്. മതത്തിന് ഒരു ഓവറായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ 95% ആൾക്കാരും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ശരയോഗയും മതവിശ്വാസമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആയി പോകുന്നത്? അതിനെപ്പറ്റി സാർ ഒന്ന് വിശദീകരിക്കാമോ? മതം എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യമാണെന്ന് ചോദിച്ചത്. മതം എന്ന് പറയുമ്പോൾ ശരിക്കും മതം നമ്മളിലേക്ക് തന്നെയുള്ള തിരിച്ചറിവിനെ തടസ്സപ്പെടുത്തുന്ന പ്രധാന ഒരു പ്രതിബന്ധം മതമാണ്. അത് ഏത് മതമായാലും, അത് നമ്മുടെ ഹിന്ദു മതത്തിലേക്ക് വന്നാലും മറ്റ് സെമറ്റിക് മതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ പറയുന്ന മതം എന്ന് പറയുന്ന തലം എപ്പോഴും നമ്മുടെ ആത്മാന്വേഷണത്തിനെയും ആത്മബോധത്തിനെയും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തലമാണ് മതം. ദൈവമല്ല മതം. മതവും ദൈവവും രണ്ടാണ്. അതൊന്ന് വിശദീകരിക്കണം സാർ. കാര്യം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മതത്തിൻ്റെ ഒരു ബിംബവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റ്, മതങ്ങളുടെ സൃഷ്ടിയാണ് ദൈവം എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മതവിശ്വാസത്തിൽ രണ്ട് രീതിയിലാണ് ദൈവവിശ്വാസം ഇരിക്കുന്നത്. ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും. അപ്പോൾ അതിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഹിന്ദു സംസ്കാരമാണ്, ഹിന്ദു മതമാണ്. 33 ദൈവങ്ങളാണ് പറയുന്നത്. ഈ നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന ആ ഒരു ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെ നമ്മുടെ ആത്മാന്വേഷണത്തിനും ആത്മബോധത്തിനും വിലങ്ങുതടി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കർമ്മവും കർമ്മദോഷവും പ്രവർത്തിക്കുമ്പോൾ ഏകദൈവ വിശ്വാസമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും അവിടെയും ഈ പറയുന്ന മതം എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ആ സംസ്കാരത്തെ, ആ വിശ്വാസത്തെ, അത് ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും ആ വിശ്വാസത്തെ ആ സംസ്കാരത്തെ നമ്മൾ സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ ആത്മാന്വേഷണത്തിനും ആത്മബോധത്തിനും വിലങ്ങുതടി സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ പുണ്യവും പാപവും, ഇസ്ലാമിലേക്ക് പോകുമ്പോൾ സ്വർഗവും നരകവും. അത് മതം സൃഷ്ടിക്കുന്ന വേലികളാണ്. ആ വേലിക്ക് പുറത്തേക്ക് പോകാൻ ആത്മാന്വേഷണത്തിൻ്റെ ആത്മബോധത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മതവിശ്വാസിക്ക് കഴിയില്ല. ദൈവത്തെ കണക്ട് ചെയ്യുന്നവൻ, ആ ഊർജ്ജത്തെ കണക്ട് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വേലി ഭേദിക്കാൻ കഴിയും. അത് കർമ്മമായാലും കർമ്മദോഷമായാലും പുണ്യമായാലും പാപമായാലും സ്വർഗമായാലും നരകമായാലും ആ വേലിയെ ഭേദിക്കുന്നവന് മാത്രമേ ഞാനെന്ന ബോധത്തിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. മതം ഇടുങ്ങിയതും ദൈവം വിശാലവുമാണ്. സാർ, ഒരു പ്രായോഗിക ജീവിതത്തിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ ഈ ശരയോഗയിൽ അടിസ്ഥാനമായിട്ടുള്ള ഈ സയൻസ് ഓഫ് ബ്രത്ത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്? മീൻസ് നമ്മളിപ്പം ഡേ ടു ഡേ ലൈഫിൽ ഈ ആത്മബോധവും കർമ്മഫലവും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നമ്മൾ ഇൻവോൾവ് ആണ് എല്ലാവരും. മീൻസ് കളി കാണുന്നവരായാലും കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും എല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ ശരയോഗയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തലത്തിൽ നിന്നുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നത്? ഗുണങ്ങളും ദോഷങ്ങളും. തീർച്ചയായിട്ടും ശരയോഗ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പ്രാക്ടീസ് അല്ല. നമ്മൾ പലപ്പോഴും പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്യാറുണ്ട്. ആ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരയോഗ നമ്മളിൽ സ്വാഭാവികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു ബോധമാണ്. ശരയോഗ എന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന ഒരു ബോധമാണ്. അതിനുവേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തേണ്ട കാര്യമില്ല, അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അത് ഒരു മരം മുറിക്കുന്ന ഒരു വ്യക്തിയിലും, ഒരു കവിത എഴുതുന്ന ഒരു വ്യക്തിയിലും, ഒരു ശാസ്ത്രജ്ഞനിലും, ഒരു കായിക താരത്തിലും, ഒരു സിനിമാ പ്രവർത്തകനിലും ഒക്കെ ഈ പറയുന്ന വർക്ക് ചെയ്യും. അവിടെ അത് ഒന്നിനും അങ്ങനെ ഒരു വേർതിരിവ് അവിടെ ഇല്ല. ആ പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു മരം മുറിക്കാൻ പോയാലും, നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയാലും, നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയാലും, ആ പ്രാണബോധത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അതിന് വ്യക്തത, ക്ലാരിറ്റി ഉണ്ടാവും. മാനസിക തലത്തിൽ പോകുമ്പോൾ മരം എങ്ങനെ മുറിക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരും, അപകടം പറ്റാം. സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാനസിക തലത്തിലാണ്. അവിടെ ഡ്യുവാലിറ്റിയിൽ നിന്നുകൊണ്ട് കൺഫ്യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേര് സിനിമാ മേഖലയിൽ പോകുമ്പോൾ വളരെ ചുരുക്കം പേര് മാത്രം അവിടെ വിജയിക്കുന്നതിൻ്റെ കാരണം ആ ഡ്യുവാലിറ്റിയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ആ കൺഫ്യൂഷൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ദാറ്റ് ഹാപ്പൻസ് ഇൻ മൈൻഡ്. അത് മാനസിക തലത്തിലാണ് വരുന്നത്. ഇപ്പോൾ സ്പോർട്സിലാണെങ്കിലും അത് സംഭവിക്കും. നമുക്കതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ഈ മേഖലകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പുരാണം പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വാഗ്മിയായിരുന്നല്ലോ, ഏറ്റവും വലിയ കവിയായിരുന്നല്ലോ, പണ്ഡിതനായിരുന്നല്ലോ കാളിദാസൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാളിദാസൻ ബുദ്ധിവികാസമില്ലാത്ത ഒരു കുട്ടിയായാണ് ജനിച്ചത്. അവന് ബുദ്ധിയില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവനാണ്. അവന് മണ്ടനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവനാണ് കാളിദാസൻ. ഈ മണ്ടനെന്ന് പറഞ്ഞപ്പോൾ അവന് മാനസികമായിട്ട് ആ കുട്ടിക്കുണ്ടായ ദുഃഖം, അതിന് അവൻ പരിഹാരമായി കണ്ടത് ഇതിനെല്ലാം കാരണം ദൈവമാണല്ലോ. അപ്പോൾ അത് ഗ്രാമത്തിലൊരു കാളി ക്ഷേത്രമുണ്ട്. ഈ കാളി ക്ഷേത്രത്തിൽ പോയി ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവൻ രാത്രി ആരും കാണാതെ കാളി ക്ഷേത്രത്തിൽ കയറിപ്പറ്റി. രാത്രിയിൽ അവൻ ചെല്ലുമ്പോൾ കാളിക്ഷേത്രം തുറന്നു കിടക്കുവാണ്. ഇവനിതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അത് അകത്ത് നിന്ന് പൂട്ടി. അവൻ്റെ ഉദ്ദേശം മരിക്കുകയാണ്, കാരണം എല്ലാവരും അവനെ മണ്ടനെന്ന് വിളിക്കുകയാണല്ലോ. പക്ഷെ അതിനകത്ത് കയറിയിട്ട് അവനങ്ങനെ നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇതിനകത്ത് നമ്മളെ ഈ പുരാണവും ഇതിഹാസവും പറയുന്ന നിർവചനങ്ങളാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ശാസ്ത്രീയതയല്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സമയത്ത് കാളി പുറത്തു പോയിരിക്കുകയാണ്, ക്ഷേത്രത്തിന് പുറത്തു പോയിരിക്കുകയാണ്. കാളിയാമമാണ്, കാളിയാമം പുറത്തു പോയിരിക്കുകയാണ്. ആ ദേവി പുറത്തുപോയ സമയത്താണ് ഇദ്ദേഹം ഉള്ളിൽ പ്രവേശിക്കുന്നത്, ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് കാളി ക്ഷേത്രത്തിലേക്ക് കാളിയാമം കഴിഞ്ഞ് ദേവി ഈ പറയുന്ന ഊരു ചുറ്റി ദേവി തിരിച്ചു വരുന്ന സമയത്ത് ക്ഷേത്രം അകത്തുനിന്ന് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ദേവി അവിടെ നിന്ന് ദേവി പുറത്തു നിന്നുകൊണ്ട് ചോദിച്ചു അകത്താരാണെന്ന് ചോദിച്ചു. കുട്ടി പേടിച്ചുപോയി. കുട്ടി അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പുറത്താരാണെന്ന് ചോദിച്ചു. അപ്പോൾ പുറത്ത് കാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു അകത്ത് ദാസനാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവനോട് കഥ തുറക്കാൻ പറഞ്ഞിട്ട് അവൻ കഥ തുറക്കുന്നില്ല. അവസാനം ഇവൻ പറഞ്ഞു കഥ തുറന്നാൽ ദേവി എന്നെ നിഗ്രഹിക്കും, അല്ലെങ്കിൽ ദേവി എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയാം, കാരണം ദേവിയുടെ ക്ഷേത്രമാണല്ലോ ഞാൻ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞു. ദേവി പറഞ്ഞില്ല ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, ഒരു കാര്യം ചെയ്യും, നീ തുറക്ക്, നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടേംസിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കഥവ് തുറന്നതായിട്ടും. അപ്പം ദേവി ഇദ്ദേഹത്തിൻ്റെ നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പം ദേവി വാക്ക് പറഞ്ഞതാണല്ലോ അനുഗ്രഹം കൊടുക്കാമെന്ന്. അപ്പോൾ ദേവി അവനോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എന്നിട്ട് ദേവിയുടെ ഒരു കൈക്കുമ്പിളിൽ ഒരു പാത്രത്തിൽ പാലും മറു കൈക്കുമ്പിളിൽ ഒരു പാത്രത്തിൽ തൈരും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദേവി അവനോട് പറഞ്ഞു നീ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാല് നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ വലിയ സമ്പന്നനായിട്ട് മാറും, നിനക്ക് വലിയ സൗഭാഗ്യങ്ങളുണ്ടാവും, സമ്പന്നതയിൽ നീ ഏറ്റവും ഉയർന്ന തലത്തിലെത്തും. അതല്ല നീ തൈരാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിനക്ക് സമ്പന്നത ഉണ്ടാവില്ല, നിനക്ക് പാണ്ഡിത്യം ഉണ്ടാവും, നിനക്ക് ഒരുപാട് അറിവ്, നിന്നെ ഇപ്പോൾ മണ്ടനെന്ന് വിളിച്ച് കളിയാക്കുന്നവരുടെ മുന്നിൽ നീ വലിയ പണ്ഡിതനായിട്ട് നിനക്ക് വിളങ്ങാൻ സാധിക്കും. അപ്പോൾ നിനക്ക് ഒന്നുകിൽ ഈ പറയുന്ന നിന്നെ അപമാനിച്ചവരുടെ മുന്നിൽ വലിയ സമ്പന്നനായിട്ട് എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, പക്ഷേ പാണ്ഡിത്യം ഉണ്ടാവില്ല, സമ്പന്നതയിൽ ജീവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിന്നെ അപമാനിച്ചവരുടെ മുന്നിൽ വലിയ പണ്ഡിതനായിട്ട് അറിവ് കൊണ്ട് വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരുടെ മുന്നിൽ ജീവിക്കാം, നിനക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് രണ്ടും ഒന്ന് രുചിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി നോക്കാൻ പറഞ്ഞു. ഇത് രണ്ടും ഇദ്ദേഹം രുചിച്ച് നോക്കുകയല്ല, രണ്ടും പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു, കഴിച്ച സമയത്ത് ദേവിക്ക് ദേഷ്യം വന്നു. ദേവി പറഞ്ഞു നിന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, നീ എന്തിനാണ് ഇത് രണ്ടും എടുത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാണ്ഡിത്യം മാത്രം കൊണ്ട് കാര്യമില്ല,
ഇത് ഈ പറയുന്ന സമ്പന്നത മാത്രം കൊണ്ടും കാര്യമില്ല. ഈ രണ്ടും വേണമല്ലോ ജീവിതത്തിൽ, ഇത് രണ്ടും വേണം. ഇത് രണ്ട്, ഈ ഭൗതികതയും ആത്മീയതയും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും വേണം എന്നുള്ളത് കൊണ്ട് ഞാനിത് സ്വീകരിച്ചു. ഇത് രണ്ടും വേണം നമ്മളെ കാണിക്കാൻ വേണ്ടി പണ്ടുള്ള വിദുഷി എഴുതിയ കഥയായിരിക്കും. അതെ. ഇപ്പോൾ ഈ ഒരു കഥ ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറയും ഈ കഥ തന്നെ തെന്നാലി രാമൻ്റെ കഥയിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് എല്ലാം കണക്ട് ചെയ്യണം. ഇതിനെ ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ തെന്നാലി രാമൻ്റെ കഥയിലും ഇത് തെന്നാലി രാമൻ്റെ കഥയായി ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കാളിദാസനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കുറച്ചും കൂടി അത് പറയാൻ രസമുണ്ട്. അതുകൊണ്ടാണ്. അതെ അതെ അതെ. അതുപോലെ സാർ ഡുവാലിറ്റിയെ പറ്റി പറഞ്ഞു. അതെ അതെ. ഡുവാലിറ്റി എല്ലാം നിരാകരിക്കണം എന്നാണല്ലോ ശരയോഗയിൽ സാറ് പറയുന്ന ഒരു പ്രധാന തത്വം. അതായത് നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യർ ദ്വൈതമില്ല, രണ്ടും ഇല്ല, ഒന്നെന്ന് പറയുന്നത് അത് ശരിക്കും ഞാനും നീയും ഇല്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവാംശമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ അവിടെ വരുന്നത് അദ്വൈതത്തിൽ. അത് ശങ്കരാചാര്യർ ഉദ്ദേശിച്ചത്, അങ്ങ് ഉദ്ദേശിച്ച ഈ ഡുവാലിറ്റി ഇല്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണോ, അതോ ഈ അദ്വൈതം എന്നുള്ളത് ഞാനും നീയും ഇല്ല, എൻ്റെ ഉള്ളിലെ ദൈവാംശമാണ് എന്നുള്ള ആ ഒരു ദിത്വമില്ല എന്നുള്ള സാധനം, അത് ഡുവാലിറ്റി, അതാണ് ആ ശങ്കരാചാര്യ ഉദ്ദേശം എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു സാർ അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ വലിയൊരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ പല പ്രാക്ടീസുകളും ചെയ്യാറുണ്ട്. ഈ പ്രാക്ടീസുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഡിപ്പെൻഡൻസി വരുന്നത് കൺഫ്യൂഷനിൽ നിന്നാണ്. ഈ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മതങ്ങളും നമ്മളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ഡ്യുവാലിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് കർമ്മദോഷ, പുണ്യ പാപ, സ്വർഗ നരക. ഇതിനെ കറക്റ്റ് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഇതിൻ്റെ കറക്ഷനാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഈ കറക്ഷൻ്റെ തലത്തിനപ്പുറത്തേക്ക് പോയ കാളിദാസൻ അവിടെ, അല്ലെങ്കിൽ തെനാലി രാമൻ അവിടെ എന്തില്ല, അവിടെ കൺഫ്യൂഷനില്ല. ഇത് രണ്ടും സ്വീകരിക്കുക എന്നുള്ളതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടും സ്വീകരിക്കുക. ഇനി ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേവി കോപിക്കോ, ഒന്ന് സ്വീകരിക്കാതിരുന്നാൽ ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒന്ന് സ്വീകരിച്ചാൽ കർമ്മദോഷവും ഒന്ന് സ്വീകരിച്ചാൽ കർമ്മ പുണ്യവും സംഭവിക്കും എന്നുള്ള സംശയങ്ങൾ അവിടെ ഇല്ല. ഒന്ന് പുണ്യവും ഒന്ന് പാപവും ആയി തീരും എന്നുള്ള കൺഫ്യൂഷനില്ല. ക്ലാരിറ്റിയാണ് അദ്ദേഹത്തിന് അതിലേക്ക് എത്തിച്ചതെങ്കിൽ അവിടെ കാളി നേരിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബോധത്തിലേക്ക്, ഈ ബോധത്തിലേക്ക് അദ്ദേഹത്തിനെ ഉയർത്തിയതെങ്കിൽ, എനിക്ക് തോന്നുന്നു ഐൻസ്റ്റീൻ്റെ കഥ പരിശോധിക്കുന്ന സമയത്ത് ഇതേ കാളിദാസൻ്റെ കഥയായിട്ട് അല്ലെങ്കിൽ തെനാലി രാമൻ്റെ കഥയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഐൻസ്റ്റീന് ഒരു ബുദ്ധിക്കുറവുള്ള കുട്ടി എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ സ്കൂളുകളിൽ നിന്നെല്ലാം പുറത്താക്കിയതാണ്. അദ്ദേഹത്തിന് സാധാരണ സ്കൂളിൽ വിദ്യാഭ്യാസം നിഷേധിച്ചു. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിന് വീട്ടിലിരുത്തി വിദ്യാഭ്യാസം നൽകിയത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടാണ്, ആ അമ്മ നൽകിയ വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയർത്തിയത്. കത്ത് ഒളിപ്പിച്ച് വെച്ച കഥ. അതെ, കത്ത് ഒളിപ്പിച്ച് വെച്ച കഥ. അത് ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാളി അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു. അവിടെ കാളിഭാവം പ്രവർത്തിച്ചത് അമ്മയിലൂടെ പ്രവർത്തിച്ചു. ഇത് ആ ഡ്യുവാലിറ്റിയെ ജയിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. ആ ഡ്യുവാലിറ്റിയെ ജയിക്കാൻ അമ്മയ്ക്ക് സാധിച്ചപ്പോൾ ആ പ്രാണബോധമാണ് അദ്ദേഹത്തിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ പ്രാണബോധം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് എല്ലായിടത്തും കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫുട്ബോളിൻ്റെ സമയമാണ്, വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയമാണല്ലോ. മെസ്സിയുടെ ചരിത്രം പരിശോധിക്കും. മെസ്സി ഇന്ന് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ ഏറ്റവും ആരാധകരുള്ള, ഏറ്റവും സമ്പന്നനായ ഒരു കായിക താരവും വ്യക്തിയൊക്കെയാണ് ഇദ്ദേഹം. ഒരു കാലത്ത് ഇദ്ദേഹത്തിന് നടക്കാൻ സാധിക്കില്ല, ഇദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പേശി ബലക്കുറവ് കാലുകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇദ്ദേഹം നടക്കുമോ എന്ന് പോലും സംശയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മെസ്സി. അവിടെയും ഈ ഐൻസ്റ്റീൻ്റെ കാര്യം പറയുന്നത് പോലെ, എങ്ങനെയാണോ കാളി അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ, ഇവിടെ അമ്മയാണ് കാളിയുടെ രൂപത്തിലെത്തി ഈ മെസ്സിയെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ആ പ്രാണബോധത്തിലേക്കാണ് അവരെ എത്തിച്ചത്. അല്ലാതെ ഞാൻ നടക്കുമോ ഇല്ല, ഇപ്പം നമുക്കൊരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ചിന്തിച്ച് അതിൻ്റെ ഉത്തരം തേടി ഔട്ട്സൈഡ് വേൾഡ് ഓരോ തലങ്ങളിൽ അതിൻ്റെ പരിഹാരം തേടി അലയുന്നവരാണ് മനുഷ്യർ. പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് ഇതിനെ മറികടന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഈ കായികതാരം, മെസ്സി എന്ന് പറയുന്ന ആ കായികതാരവും. ഇതെല്ലാം നമ്മൾ ഉദാഹരണങ്ങൾ കോട്ട് ചെയ്യുമ്പം പ്രാണബോധത്തിൽ നിന്നവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടെ പറയാതെ പോകാൻ പറ്റില്ല. അത് സിനിമാ ഫീൽഡിലാണ്. ചിയാൻ വിക്രം. അതെ. ചിയാൻ വിക്രമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട്, അദ്ദേഹം സിനിമാ മോഹങ്ങളുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ, അദ്ദേഹത്തിൻ്റെ കൗമാരത്തിൽ അദ്ദേഹത്തിനൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇനി ഒരു കാലവും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അദ്ദേഹം വർഷങ്ങളോളം
ബെഡിൽ കിടപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 50ഓളം ശസ്ത്രക്രിയകൾ നടത്തി. ഡോക്ടർമാർ പോലും ഇനി ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല അത് ചെയ്യണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് അദ്ദേഹം വളർന്നത്. അപ്പോൾ അവിടെ മാനസിക തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് തേടി എനിക്ക് സംഭവിച്ചത് കർമ്മദോഷമാണോ, എനിക്ക് സംഭവിച്ചത് പൂർവ്വജന്മ പാപമാണോ, ഇത് എന്ത് പാപമാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകാൻ വേണ്ടിയാണോ ഇത്, ആ കൺഫ്യൂഷൻസ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രാണബോധത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പ്രാണബോധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ദെർ വിൽ ബി നോ കൺഫ്യൂഷൻസ്. മനസ്സിനെ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ശരയോഗയുടെ അടിസ്ഥാനം. ആ പ്രാണബോധത്തിലാണ് ഡ്യുവാലിറ്റി ഇരിക്കുന്നത്. ആ പ്രാണബോധത്തിനെ മറികടന്നുകൊണ്ട് അദ്വൈതത്തിലേക്ക് എത്താനാണ് ആദിശങ്കരൻ പറഞ്ഞത്.